ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു ഷോ ആണോ ബിഗ് ബോസ്? ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റ്. അതിനാരും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ലോകത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണത്. റിയാലിറ്റി ഷോ ആണത്. മനുഷ്യൻ, നമ്മളിപ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻസ്, പാട്ട്, മറ്റത് മറിച്ചത്. ഇത് നമ്മളൊരു വ്യക്തി, ഇത് ശരിക്കും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പോകുന്നവരെ സംബന്ധിച്ചിട്ട് ബഹിരാകാശത്ത് പോകുന്ന പോലെ. കാരണം നമ്മളുടെ ജീവിതം അവർ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിന്ന് പല പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് മാനസിക കരുത്ത് കിട്ടുന്നൊരു ഷോയാണത്. കാരണം നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു മൊബൈലിൻ്റെ നെറ്റെങ്ങാൻ 15 മിനിറ്റ് പോയാൽ പ്രാന്ത് പിടിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ. നാളെ കണ്ട അരമണിക്കൂർ ജിയോ പെട്ടെന്ന് ബ്രേക്കായി 1 മണിക്കൂർ എങ്ങാണ്ട് അവിടെ അപ്പോഴേക്കും വിളിയാണ്, ഇത് കിട്ടില്ല എന്താണ് മൊത്തത്തിൽ പ്രാന്തായ ആളുകൾക്ക് ഈ സാധനം പോയപ്പോഴേക്കും. അതാണ് നമ്മളുടെ അവസ്ഥ. മൊബൈലില്ലാണ്ട് നമുക്ക് പറ്റണില്ല. അങ്ങനെ മൊബൈലില്ലാണ്ട് 100 ദിവസം ലോകത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്ത് ചുറ്റും നടക്കുന്നു, വീട്ടിൽ വല്ല ആപത്ത് വന്നാൽ മാത്രമേ അറിയുള്ളൂ. ഏത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം അറിയുകയുള്ളൂ. വല്ല മരണമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒന്നും അറിയില്ല. പിന്നെ ക്ലോക്കില്ല, സമയം അറിയില്ല, നമുക്ക് എത്ര മണിയായി എന്നറിയാൻ പറ്റില്ലെന്നേ. ഇതില്ല, ടി വി അത് പിന്നെ ഇല്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താ? നമുക്ക് മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ ക്യാമറ, ഇവിടെ കംപ്ലീറ്റ് ഫുൾ ടൈം മൈക്ക്. ഭയങ്കരമായിട്ടുള്ള ഒരു അതിജീവനമാണത്. ആ ഷോ നല്ലതാണ് ഒരു കണക്കിന്, ആ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട്. പക്ഷെ ആ ഷോയിൽ ചെല്ലുന്നവരാണ് ആ ഷോയ്ക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. പലരുടെയും വിചാരം ബിഗ് ബോസ് എന്ന ഷോയിൽ ചെന്ന് കുറേ അലറി തെറി വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം, കപ്പടിക്കാൻ പറ്റുമെന്ന്. മണ്ടത്തരമാണത്. ഈ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അടുത്ത് ബിഗ് ഷോയിൽ കുറച്ച് 2 നേരം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മളെ ഒന്ന് തയ്യാറെടുക്കണം അവിടെ. ഞാൻ പറഞ്ഞു, ഒരു തയ്യാറെടുപ്പും വേണ്ട. ഈ ബിഗ് ബോസ് ഷോയിൽ പോകുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു തയ്യാറെടുപ്പും നടത്തണ്ട. PR വർക്ക് ഒന്നും ചെയ്യണ്ട, ആരെ ഏൽപ്പിക്കുകയും വേണ്ട, വോട്ട് ചോദിക്കാൻ പോലും ആരെ ഏൽപ്പിക്കണ്ട. പക്ഷെ 4-5 ലക്ഷം രൂപ കൊടുത്ത് PR വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. മണ്ടത്തരം, ഫൂളിഷ്നെസ്. എനിക്കതേ പറയാനുള്ളൂ. കാരണം ഞാൻ പറയട്ടെ അജിൻ, ആരാണ് തീരുമാനിക്കുന്നത്? വിന്നറെ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. ഒരു സിനിമ വിജയിപ്പിക്കുന്നതാരാ? പ്രേക്ഷകരാണ്. സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കാരണം ബിഗ് ബോസിന്റെ ക്രൂവ് ഒരു 20 പേരെ എടുക്കുമ്പോൾ അവർക്ക് അത്ര ബന്ധമുള്ള ഒരാളെ അവർക്ക് വിന്നറാക്കാൻ പറ്റത്തില്ലേ മനോജ് ചേട്ടാ? പറ്റില്ല. ആര് പറഞ്ഞ? കാരണം എഡിറ്റിംഗ് അവരല്ലേ തീരുമാനിക്കുന്നേ, എവിടെ എങ്ങനെ കട്ട് ചെയ്യണം, എന്തൊക്കെ എഡിറ്റ് ചെയ്താൽ. ഇപ്പൊ 24/7 ഹോട്ട്സ്റ്റാറിൽ ഉണ്ട്, 24/7 ഇല്ലേ, കുറച്ച് സീസണായിട്ട്. അതൊക്കെ വെറുതെ പറയുന്നതാ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആരെയും ജയിപ്പിക്കാൻ വേണ്ടി ഒരു അജണ്ടയൊന്നും തയ്യാറാക്കിയിട്ടില്ല. ഇത് ഈ പറഞ്ഞാൽ ഈ കൊതിക്കറവ് എന്ന് പറയില്ലേ, നമുക്ക് കിട്ടാത്തതിൻ്റെ കൊതിക്കറിവ് പറയാം ഇല്ലേ. ഇപ്പം നമുക്കൊരു വർക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു വർക്കിൽ നിന്ന് കട്ട് ചെയ്താൽ, ആ വർക്കിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മളെന്താ പറയുക, വർക്കിൽ നിന്ന് കട്ട് ചെയ്ത് അവനെ ഞാനുണ്ടല്ലോ, എൻ്റെ ഭാഗത്ത് എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കും. മൊത്തം മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തായിരിക്കും. ഇല്ല, എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് കട്ട് ചെയ്തതിൽ ഇല്ലേ. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ കുടുംബം വിളയ്ക്കുന്ന എന്നെ കട്ട് ചെയ്തത് അന്ന് ഏഷ്യാനെറ്റിനെതിരെ ഞാൻ ഒരു പരാമർശം പറഞ്ഞുകൊണ്ടാണ്. മറ്റേ ഡോക്ടർ രജിത് കുമാറിന് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിൽ. അത് ഞാൻ പറഞ്ഞു, വാവിട്ടെന്നാവ്. അത് ഞാൻ പറഞ്ഞു, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ പാഠങ്ങളാണ്. അങ്ങേർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചതാണ്. അങ്ങേര് കാണിച്ച ഇൻജസ്റ്റിസാണ്. കാരണം പുള്ളി പുറത്താക്കിയത്. സത്യത്തിൽ അതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല. പിന്നീട് ഞാൻ അറിഞ്ഞപ്പോഴാണ്. അതിന് മുമ്പേ ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ ബിഗ് ബോസ് ഇനി കാണില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ഏഷ്യാനെറ്റ് ഇനി കാണില്ല എന്ന് പറഞ്ഞത് എൻ്റെ സീരിയൽ റണ്ണിങ് ആണെന്ന് ആലോചിക്കണം. കുടുംബവിളക്ക്, ഫസ്റ്റ് കുടുംബവിളക്ക് നല്ലൊരു ക്യാരക്ടറായിരുന്നു അതിൽ, ശ്രീകുമാർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് എന്നെ അവർ കട്ട് ചെയ്തു. ഇതപ്പം തന്നെ ഭയങ്കര വ്യാപകമായി. അപ്പം തന്നെ ഏഷ്യാനെറ്റിൽ പിറ്റേ ദിവസം തന്നെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ട് ചാനലിൽ നിന്ന് മാറ്റാൻ പറഞ്ഞേക്കാണെന്ന്. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, എൻ്റെ മിസ്റ്റേക്കാണത്, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്, എനിക്ക് നിങ്ങളോടൊരു പ്രശ്നമില്ല, നിങ്ങൾക്കത് ചെയ്തല്ലേ പറ്റൂ. ഞാനത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചിട്ട് പ്രതികരിക്കണം, ഇത് അവർ കാണിച്ചത് ഭയങ്കര ഇതാണ്, ഒരു അഭിപ്രായം പറഞ്ഞ് അതിന് കട്ട് ചെയ്തേക്കണു, മനോട്ടാ ഞങ്ങളുണ്ട് കൂടെ. ഞാൻ പറഞ്ഞ് അവർ ചെയ്തതിൽ എന്താ തെറ്റുള്ളത്? ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് അവസരങ്ങൾ തന്നൊരു ചാനൽ, എത്രയോ കഥാപാത്രങ്ങൾ എനിക്ക് തന്ന ചാനൽ, എത്രയോ ഷോകളിൽ എന്നെ ഉൾപ്പെടുത്തിയ ചാനൽ,
അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇഷ്ടംമാതിരി ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ എന്നോട് അവർ കാണിച്ച പരിഗണന ഞാൻ മറന്നു എന്നുള്ളത് എൻ്റെ മിസ്റ്റേക്കാണത്, എൻ്റെ തെറ്റാണത്. ആ ചാനലിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയരുതായിരുന്നു. എൻ്റെ ഓഫീസിനെ കുറ്റം പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ മിസ്റ്റേക്കാണ്. ഈ വേദന ഞാൻ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത വേദന എനിക്കില്ല. എന്താ അറിയാമോ, ഇത് നീ അനുഭവിക്കണോടാ എന്ന് ഞാൻ എന്നോട് തന്നെ പറയാം. ഒരു പാഠമായിരുന്നു. നീ പറഞ്ഞതിൻ്റെ കുഴപ്പമല്ലേ, നിന്റെ നാവിൽ വന്ന തെറ്റല്ലേ, നിനക്കൊന്ന് കൺട്രോൾ ആവാമായിരുന്നില്ലേ എന്ന് ഞാൻ തന്നെ എന്നോട് ചോദിച്ച് നീ ഈ ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നം തീർന്നു. അല്ലാണ്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ ഞാൻ പരിതപിച്ചിരിക്കാൻ പോയില്ല. ദാറ്റ്സ് ഓൾ. ഇത് ബിഗ് ബോസിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് മനോജേട്ടാ, ഇന്ന് ബിഗ് ബോസ് ഷോയിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് രണ്ട് സിനിമ, അതുണ്ട്, അത് കറക്റ്റ്. ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ച് കിട്ടാത്ത ഫെയിം എനിക്ക് ബിഗ് ബോസിൽ പോയാൽ കിട്ടും. രണ്ട്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എനിക്ക് നിരവധി സിനിമകൾ കിട്ടും. ഇത് തെറ്റിദ്ധാരണയാണോ പൊട്ടബുദ്ധിയാണോ? ബോസ് ശരിക്കും പറഞ്ഞാൽ ബർമുഡ ട്രയാങ്കിൾ, അതിൻ്റെ അകത്ത് പോയവരൊക്കെ ആകെപ്പാടെ കുത്തി. പിന്നീടൊന്നും നിങ്ങളുടെ അഡ്രസ്സ് പോലും കാണാറില്ല പലരുടെയും. സത്യം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ഭയങ്കര പ്രതീക്ഷയൊക്കെ ഉയർത്തിയിട്ട് പിന്നെ ഇവരുടെ പേരേ കാണുന്നില്ല. അതിനു മുമ്പൊക്കെ അവർ സജീവമായിട്ട് വന്നവരായിരിക്കും. എനിക്ക് വേണത് ഒരു ബർമുഡ ട്രയാങ്കിളാണ്. അതിൻ്റെ അകത്തൊക്കെ വീണവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ രക്ഷപ്പെട്ടു പോയെന്ന് മാത്രമേ ഉള്ളൂ. വെറലിലുണ്ടാന്ന് വരെ. അപ്പം ഞാൻ പറഞ്ഞത് അത് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ളൂ ഈ ഷോയുടെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പം ആ ഷോയുടെ സമയത്ത് ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവർ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ചായ കുടിച്ചാലും ഒക്കെ ഭയങ്കര റീച്ചായിരിക്കും. പിന്നെ ഒരു 5 മാസം കഴിയുമ്പോൾ കാണാൻ ഒന്നും ഉണ്ടാവില്ല. അതല്ല, അത് കല എന്ന് വെച്ചാൽ ഒരു അഭിനേതാവ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ നിൽക്കുന്നതാണ്. ഈ ഷോയുടെ 100 ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ആ ഒരു ഫെയിം 2-3 മാസം കാണുമായിരിക്കാം. പിന്നെ പലരുടെയും ലക്ഷ്യമുണ്ട്. സിനിമയിലേക്കുള്ള ഒരു വാതിലാണ്, പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഉദ്ഘാടനങ്ങൾ, മറ്റേ അംബാസിഡർ ആക്കുക എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ സ്വപ്നം കാണുന്ന. അതുകൊണ്ടാണ് ഭയങ്കര ഇപ്പം തള്ളിച്ചകൾ. ഇപ്പം പണ്ടൊക്കെ പലരെയും വിളിച്ചാലും ചിലവരൊക്കെ ഇല്ലെന്ന് പറയും. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെടാണ്. ഈ സീരിയൽ മേഖലയിൽ തന്നെ എനിക്കറിയാം പലരും അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഞങ്ങൾക്ക് വരണം ആഗ്രഹമുണ്ടെന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഇന്നുവരെ അങ്ങനെ വിളിച്ചിട്ട് എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യം പറയണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ലൊരു റെമ്യൂണറേഷൻ ആണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ചിലർ എന്നോട് ചോദിക്കും പോകുന്നതുകൊണ്ട് പോകാൻ, ചിലർ പോകല്ലേട്ടോ. ഞാൻ പറയാം എന്താ പോയാലെന്ത് ഇത് കാണുകയും ചെയ്യും ഇവർ. ഇതാണ് കണ്ടിട്ട് കുറ്റം പറയുന്നവരാ കൂടുതൽ. അതെ, ഇത് കാണാണ്ടിരിക്കാനും പറ്റില്ല. എന്നിട്ട് ബിഗ് ബോസ് കാണുകയും ചെയ്യരുത്. 24/7 ലൈവ് കാണും. 24/7 ഇങ്ങനെ കടക്കൊല്ലാത്തതുകൊണ്ട് കാണുന്നവരും ഉണ്ടാവും. അങ്ങനെയുള്ളവരും കുറ്റം പറയുന്നുണ്ട്. ഞാനൊരിക്കലും കുറ്റം പറയില്ല. കാരണം അതൊരു നല്ല ഷോയാണ്. നല്ലൊരു എമൗണ്ട് കിട്ടിയ മനോജേട്ടൻ പോവോ? തീർച്ചയായിട്ടും പോയ കപ്പടിച്ചോണ്ട് വരുമോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും കഴിഞ്ഞ സീസൺ കപ്പടിച്ചുകൊണ്ട് വരാമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, പ്രേക്ഷകരല്ലേ. ഞാൻ കണ്ട ഒരു പരിപൂർണ ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിലെപ്പോഴും ഒരു ഫുൾ ടു ഫുൾ എൻ്റർടൈനർ ആയിരിക്കണം ബിഗ് ബോസ്. ചിലവരുണ്ട് പെട്ടെന്ന് വന്നിട്ട് കളം പിടിക്കാനുള്ള ശ്രമം നടത്തും. നിങ്ങളതൊന്നും ചെയ്യരുത്. നിങ്ങളായിട്ട് നിങ്ങളെ തന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഈ നിബന്ധനകൾ മനസ്സിലുണ്ടാവണം. ബോധം എപ്പോഴും വേണ്ട മനുഷ്യന്, വേണം. അവബോധം വേണ്ട നമ്മളെവിടെ നിൽക്കുന്നതെന്ന് ഇല്ലേ? അതെന്തായാലും വേണമല്ലോ. തീർച്ചയായിട്ടും. ഓഫീസിൽ പോകുമ്പോഴും വേണം. നമ്മുടെ ബോസൊക്കെ നമ്മളെ ചീത്ത പറഞ്ഞാലും നമ്മൾ എന്തിനാ നിൽക്കണമെന്നില്ല. വേണമെങ്കിൽ ബോസിന് 2 കൊടുക്കാനുള്ള ഇതുണ്ടാവും. എന്തുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കണേ? എനിക്കത് നിന്നേ പറ്റൂ. ഇപ്പം മറ്റേ ബൈ ബോസിൽ ഷാജോൻ പോയി മറ്റേ ബാത്റൂമിൽ പോയി ബക്കറ്റ് അടിച്ചു കുടിക്കണമാതിരി. അപ്പം നമ്മുടെ പ്രൊഫഷനിൽ അങ്ങനെയൊക്കെ പലതും നേരിടേണ്ടി വരും ഇല്ലേ? അതുപോലെ നമ്മൾ കൺട്രോൾ ആവണം. നമ്മുടെ ഒരു ജോലിയായിട്ട് കരുതണം. നമുക്ക് ശമ്പളം തരുന്നില്ലേ? അവിടെ ഒന്നുമില്ല, റെസ്ട്രിക്ഷൻ ഇല്ല നമുക്ക് കൂടുതൽ. നമ്മളിപ്പോൾ ഒരു ഡാൻസ് കളിക്കാൻ നമ്മൾ സ്റ്റേജിൽ പോകുമ്പോൾ ഇന്ന സമയത്ത് നമ്മൾ കളിക്കുന്നു. ഇത് ഫുൾ ടു ഫുൾ സ്വാതന്ത്ര്യമാണ്. ഈ ഷോയെ എത്ര മനോഹരമാക്കാൻ കഴിയുന്നറിയോ ഒരു കണ്ടസ്റ്റൻറ്റിന്? നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കണം അയാൾ. അല്ലാണ്ട് അയാൾ ഒരു പ്രശ്നക്കാരനായിട്ട് ചെല്ലാൻ അവനാവരുത്.